സുരേഷ് ഗോപി. എപ്പിടി ഇருக்கு മാധവ് സുരേഷ്? എന്താ ശരിയോ ചോദ്യം ഉദ്ദേശിച്ചത്? ചേട്ടൻ അച്ഛനായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ എന്റെ സൈഡിൽ നിന്ന് ചെയ്യുക. മലയാളത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ആണല്ലോ കുമ്മാട്ടിക്കളി. അപ്പോൾ എന്തുകൊണ്ട് കുമ്മാട്ടിക്കളി എന്ന് ചോദിച്ചാൽ? മലയാളത്തിലോട്ടുള്ള എൻ്റെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് JSK ആണ്. ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത ഫിലിം JSK ആണ്. പ്രവീൺ നാരായണൻ ഡയറക്റ്റ് ചെയ്ത് സുരേഷ് ഗോപി അച്ഛൻ ലീഡായിട്ട് ആക്ട് ചെയ്യുന്ന അച്ഛൻ അനുപമ പരമേശ്വരൻ. കുമ്മാട്ടിക്കളി ഞാൻ JSKയുടെ ഐ തിങ്ക് ഒരു 50% കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എന്നിലോട്ട് എത്തുന്നത്. JSKയും എനിക്ക് സജിത്തേട്ടൻ വഴിയാണ് ആ പ്രോജക്റ്റ് വന്നത്. സജിത് കൃഷ്ണ ലൈൻ പ്രൊഡ്യൂസറാണ്. കുമ്മാട്ടിക്കളി ഇത് വന്നപ്പോഴത്തേക്കും അഗൈൻ സാറ് എനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ക്യാരക്ടർ ഡെന്നിസിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സും പേഴ്സണാലിറ്റിയും ഒന്ന് ഞാൻ അത് ഒബ്സർവ് ചെയ്ത് സ്ക്രിപ്റ്റിൽ അതിലെത്രമാത്രം ഒരു ന്യൂ കമ്മിങ് ആക്ടറായ ഒരു അപ്കമ്മിങ് ആക്ടറായ മാധവ് സുരേഷിന് കുറച്ച് ഈസോടെ ഒരു ഈസിയായ തൊഴിലല്ല. ആക്ടിങ് എന്ന് പറയുന്നതിന് ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പം അതിലോട്ടുള്ള ഒരു ബ്രേക്കിംഗ് ഒരു ഐസ് ബ്രേക്കർ പോലെ എനിക്ക് എന്തുമാത്രം അത് മാധവ് സുരേഷ് എന്ന ഇൻഡിവിജ്വലിന് ഈസി ആക്കാം. അത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് എത്ര സാമ്യമുണ്ട് എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ടും എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും. ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഡെന്നിസ് സീം ലൈക്ക് എ ഗുഡ് ഫിറ്റ്. ഓവറോൾ ഇതിൻ്റെ സിനിമയുടെ കോൺസെപ്റ്റ് നോക്കിയാലും സിംഗിൾ ലീഡ് എന്ന് ഞാൻ പറയത്തില്ല. അത് സാറും അജുവും അങ്ങനെ പറഞ്ഞാലും എൻ്റെ ഉദ്ദേശത്തിൽ 4 പയ്യന്മാരുടെ കഥയാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് മാച്ച്ഡ് അപ്പ്. നല്ല ചോയ്സ് ആയിട്ട് തോന്നി. ആൻഡ് നിമിത്തം എന്ന് പറയാൻ ഞാൻ കുമ്മാട്ടിക്കളി സെക്കൻഡ് ഫിലിമായിട്ട് ചെയ്തെങ്കിലും ഇപ്പം എൻ്റെ ഫസ്റ്റ് റിലീസാണ്. JSK ഡിസംബറിൽ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. സോ ഹോപ്പ്ഫുള്ളി ദൈവം സഹായിച്ചെല്ലാം നന്നായി വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രേക്ഷകർ ഈ സിനിമ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഈ കുമ്മാട്ടികളുടെ ഭാഗമായിട്ട് കുറേ പ്രൊമോഷണൽ ഇൻ്റർവ്യൂസ് ചെയ്യണതിൽ സുരേഷ് ഗോപിയുടെ മകൻ എന്നതിലുപരി ഇപ്പോൾ ജൂനിയർ പൃഥ്വിരാജ് എന്നൊരു ടാഗ് ലൈനും കൂടി കിട്ടിയിട്ടുണ്ട്. കമൻസിലും എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? സുരേഷ് ഗോപിയുടെ മകനാണെങ്കിലും ജൂനിയർ പൃഥ്വിരാജ് എന്ന് പറയുകയാണെങ്കിലും ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവാണ്. ഞാൻ കളക്റ്റീവായിട്ട് വന്നൊരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് പൃഥ്വിരാജായിട്ടുള്ള കമ്പാരിസൺസ് ആണ്. രാജുവേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് എ ലെജൻഡ് ഓഫ് ആ ജനറേഷൻ. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. ഡു ഐ ബിലീവ് ഐ എം പൃഥ്വിരാജ് ഓർ ഐ എം ലൈക്ക് പൃഥ്വിരാജ് ഓർ ദാറ്റ് ഐ എം ലൈക്ക് സുരേഷ് ഗോപി? നോ, ഐ എം മാധവ് സുരേഷ്. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുവാണ്. അതേപോലെ ആൾക്കാർക്ക് എൻ്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിയും നമ്മൾ എന്തെങ്കിലും സിമിലാരിറ്റീസ് തോന്നുന്നെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ്. സോ അതിൽ കൂടുതലൊരു അഭിപ്രായം ഞാൻ പറ്റി അല്ല കമൻസ് ഒക്കെ നോക്കാറുണ്ടോ ഇതിൻ്റെ അടിയിൽ? ഒരുപാട് നോക്കാറില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കമൻസ് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എനിക്കൊരു സ്വഭാവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു തെറ്റ് സ്വഭാവം തന്നെയാണ്. ഒരു പരിധി കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമൻസ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്ത് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ ചില കമൻസ് ഞാൻ കാണാറുണ്ട്. ബട്ട് അതല്ലാതെ ഇരുന്ന് കമൻറ്റ് തപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ആളല്ല. ഏതൊരു അച്ഛനും ഒരു മകന് കൊടുക്കുന്ന ഉപദേശം മാത്രമേ എനിക്ക് അച്ഛൻ തന്നിട്ടുള്ളൂ. സുരേഷ് ഗോപി എന്ന ആക്ടറിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു അഡ്വൈസും കിട്ടിയിട്ടില്ല. സോ അഗൈൻ എൻ്റെ കരിയറിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിലോ ഈ ആക്ടിങ് എന്ന പ്രൊഫഷനെ പറ്റി ചോദിക്കുകയാണെങ്കിലോ ഞാൻ കൂടുതൽ കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ പഠിച്ചിട്ടുള്ളത് എൻ്റെ ചേട്ടൻ്റെതാണ്. അച്ഛൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു അഡ്വൈസോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ ചേട്ടൻ കുറച്ചും കൂടെ ഹാൻഡ്സ് ഓൺ. 9+ ഇയേഴ്സായിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഗോകു. സോ ഗോകു ഞാൻ കുറേ കൂടെ സിനിമയെ പറ്റി സംസാരിക്കാറുണ്ട്. ഫീഡ്ബാക്ക് ഗിവ് ആൻഡ് ടേക്ക് പോലെ. സോ അച്ഛൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സ്പെസിഫിക് അഡ്വൈസ് വന്നിട്ടില്ല. അതുപോലെ ഗോകുൽ നല്ല സപ്പോർട്ടീവാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വീട്ടിലെ അമ്മയും അച്ഛനും ഈ പറഞ്ഞ ഗോകുൽ എങ്ങനെ പറഞ്ഞു വരുമോ? ഗോകുൽ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്? അച്ഛൻ ആക്ടർ എന്ന് പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ആക്ടർ അത്ര സപ്പോർട്ട് മീൻസ് അത്ര അഡ്വൈസൊന്നും തന്നിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ സ്റ്റിൽ
ഗൂഗിൾ തരുന്നുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് തരുന്നത് അഡ്വൈസസ്? എന്ത് രീതിയിലാണ്? ഒരു ആക്ടിങ് എന്നൊരു പ്രൊഫഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരുപാട് ടെക്നിക്കാലിറ്റി ഉള്ള ഒരു തൊഴിലാണിത്. പുറത്തുനിന്ന് കാണുമ്പോൾ ബിഹേവിയർ ആണെങ്കിലും ആ ബിഹേവിയറിലോട്ട് നമ്മളെ തന്നെ ചാനൽ ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉള്ള ഒരു തൊഴിലാണ് ആക്ടിങ് എന്ന് പറയുന്നത്. അത് എൻ്റെ ചേട്ടൻ ഈ ഒരു ജനറേഷൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു റിയൽ ടൈം അഡ്വൈസ് എന്ന് പറയുന്നില്ലേ, എനിക്ക് കുറച്ചുകൂടി ആപ്ലിക്കബിൾ ആയ അഡ്വൈസ് എൻ്റെ ചേട്ടന് തരാൻ പറ്റുന്നുണ്ട്. അച്ഛന് ചിലപ്പോൾ അഡ്വൈസ് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ജനിച്ചത് വേറൊരു കാലഘട്ടത്തിലാണ്. വേറൊരു കാലഘട്ടത്തിലെ മലയാളം സിനിമയിലൂടെയും സൗത്ത് ഇന്ത്യൻ സിനിമയിലൂടെയും ജനിച്ചൊരു സൂപ്പർ സ്റ്റാറാണ്. സോ ഐ ഡോണ്ട് തിങ്ക് അഗൈൻ സിനിമയുടെ റിക്വയർമെൻറ്റ്സും ആക്ടേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സും വളരെ ഫാസ്റ്റ് പേസിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മേഖലയാണ്. സോ ചേട്ടൻ്റെ അഡ്വൈസ് വരുന്നുണ്ട്, ബട്ട് അഗൈൻ ഓരോ ആക്ടറിനും അവരുടേതായ ഒരു യുണീക്ക് നേച്ചറാണ്. അപ്പോൾ എൻ്റെ യുണീക്നെസ്സിന് ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഗോകുൽ സുരേഷിൻ്റെ യുണീക്നെസ് എന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ ഉള്ള അഡ്വൈസ് അല്ല. ഒരു ആക്ടർ എങ്ങനെ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, ഹി നോസ് മോർ ദൻ മീ. സോ ഐ ടേക്ക് വിത്ത് ബോത്ത് ഹാൻഡ്സ്. അതേപോലെ ഞാൻ ഫസ്റ്റ് സിനിമ JSK ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞാൻ ഐഡലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ഇവരെ ഞാൻ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് രാജുവേട്ടൻ. ഹി ടോൾഡ് മീ ദാറ്റ് ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ്, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വൈസ് പോലെ വേണമെങ്കിലോ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റീച്ച് ഔട്ട്. അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എനിക്ക് അവിടെ തന്നിട്ടുണ്ട്. സോ അതും ഞാൻ ഇടയ്ക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് സിനിമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണമെങ്കിൽ ഒരു 2-3 തവണ ഞാൻ രാജുവേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സോ രാജുവേട്ടനെ എനിക്ക് അങ്ങോട്ട് വിളിച്ചതാണ്. ഗഗനചാരിയിൽ അങ്ങനെ ഒരു ഡയലോഗ് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഉണ്ടായിരുന്നു അങ്ങനെ? ഓക്കെ, സോറി, ഞാനപ്പോൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല, സോറി. ഈ ഒരു ഡയലോഗ് കുമ്മാട്ടിക്കളിയിലോട്ട് വരുന്നത് അഗൈൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ജനറേഷൻ ബിഫോർ യു, ഒരു ആക്ടറായിട്ടുള്ള സമയത്ത് അവർ ചെയ്തൊരു ലൈൻ ഓഫ് വർക്ക് ഒരുപാട് റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ അത് ആ സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് എന്നും പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി മൊമെന്റോ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റോ കൊടുക്കുന്ന ഒരു സാധനമാണ്. കുമ്മാട്ടിക്കളിയുടെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ്. ആ ഡയലോഗ് അത്യാവശ്യം ഫേമസ് ആയ ഡയലോഗാണ്. ആൻഡ് അസീസക്ക ആണ് അവിടെ ചോദിക്കുന്നത് ട്രെയിലറിൽ വന്നിട്ടുള്ള ആ ചോദ്യം ചോദിച്ചതിന് റൊമാൻസ് അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്നൊരു ചോദ്യം വന്നാൽ അപ്പം ആപ്റ്റായിട്ട് തോന്നിയിരിക്കാം. അതുക്കും മേലെ എന്ന് പറയാനായിട്ടുള്ളത് ആപ്റ്റായിട്ട് തോന്നി. തമിഴ് ഒരുപാട് മിഥുൻ്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ തമിഴിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള മലയാളം സിനിമ തന്നെയാണ് കുമ്മാട്ടിക്കളി. സോ അതുക്കും മേലെ എന്നുള്ളൊരു തമിഴ് ഡയലോഗും ഈ സുരേഷ് ഗോപി റിസംബ്ലൻസ് അതിന് വരും. ആൻഡ് ഓൾസോ മോർ ദൻ എനിത്തിങ് ഇറ്റ് മേക്ക് സെൻസ്. ആ ഒരു സീനിന് ഒരുപാട് സെൻസ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇത്ര ഒരു കണക്റ്റ് ആ ഡയലോഗിന് വരത്തില്ല പറഞ്ഞിരുന്നു. സോ ഐ ഗസ് സ്ക്രിപ്റ്റിലില്ലാത്തതായിരുന്നു, കയ്യിൽ നിന്ന് വന്നതാണ്, ചെയ്തപ്പോൾ സാറിന് അത് ഇഷ്ടപ്പെട്ടു. സോ അത് സിനിമയിലോട്ട് വന്നു. ഇപ്പം ഡയറക്ടർ സാറിൻ്റെ ഫിലിമോഗ്രാഫി നോക്കുമ്പോൾ 2 വട്ടം വിജയ് സാറിനെ വെച്ച് പടം ചെയ്തതാണ്. അപ്പം മലയാളത്തിലൊരു വിജയിനെ സമ്മാനിക്കാനാണോ അതോ ഇത് പറയുമ്പോൾ തന്നെ പേടി ഉണ്ടായിരുന്നു? കാരണം 2 വട്ടം വിജയ് വെച്ച് പടം ചെയ്ത ഒരു ഡയറക്ടർ ഇങ്ങനെ വന്നൊരു ഇത് പറയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? 2 വട്ടം തലപ്പത്തി വിജയിനെ വെച്ച് ഡയറക്ട് ചെയ്തത് മാത്രമല്ല, ഗോട്ടിന് മുന്നേ വിജയിനെ നെഗറ്റീവ് ഷെയ്ഡിൽ ഒരേ ഒരു തവണ കരിയറിൽ കണ്ടിട്ടുള്ളത് സർ ഡയറക്ട് ചെയ്തതാണ്. ആൻഡ് പുതിയൊരു വിജയിനെ സമ്മാനിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പൃഥ്വിരാജിനെ സമ്മാനിക്കുക, പുതിയ സുരേഷ് ഗോപിയെ സമ്മാനിക്കുക. ഞാൻ മാധവ് സുരേഷാണ്, ഞാൻ മാധവ് സുരേഷായിട്ട് വളർന്നോട്ടെ. ബാക്കി വഴി വെച്ച് നമുക്ക് കണ്ടറിയാം.
അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ പേടി ഉണ്ടായിരുന്നു? കാരണം വിജയ് സാറിനെ പോലത്തെ ആൾക്കാരെ വെച്ച് പടം ചെയ്തുകൊണ്ട് ഈ ഡയറക്ടറായിട്ട് ഇനി വരുമ്പോൾ ഒരു ഹിറ്റ് സമ്മാനിക്കണമെന്നൊരു നമ്മുടെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു ചോദിച്ചു. ഒരു ഡയറക്ടറും ഒരു ആക്ടറും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനും ഒരു ഹിറ്റ് സമ്മാനിക്കണം എന്നല്ലാതെ ഒരു ചിന്താഗതി വെച്ച് പൊട്ടപ്പടം ചെയ്യണം എന്ന് പറഞ്ഞൊരു ചിന്താഗതി വെച്ച് ആരും ഒരു സിനിമ തുടങ്ങാറില്ല. അതേപോലെ തന്നെ ഒരു ഹിറ്റ് സമ്മാനിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് കുമ്മാട്ടിക്കളിയിൽ ഞാൻ വർക്ക് ചെയ്ത JSK ആണെങ്കിലും നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹിറ്റാവോ ആൾക്കാർ കാണുമോ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ്. പ്രേക്ഷകർക്ക് ആ കണക്ട് ഈ സിനിമയിലോട്ട് വരാനുള്ള കുറേ ഫ്രാഗ്മെന്റ്സ് വിൻസെന്റ് സാറിന്റെ ക്രിയേറ്റിവിറ്റിയോട് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അത് പ്രേക്ഷകരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരൊരു പരിധി കൂടുതൽ തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കും. അല്ലാതെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തു കഴിഞ്ഞു, ബാക്കി ഇനി പ്രേക്ഷകരുടെ റിസപ്ഷൻ പോലെ ഇരിക്കും. ഈ കുമ്മാട്ടിക്കളി ആയാലും JSK ആയാലും ഇപ്പോൾ സുരേഷ് ഗോപി എന്ന മകൻ്റെ ടാഗ് ലൈൻ വെച്ചിട്ട് എത്രത്തോളം ഉപകാരപ്പെട്ടു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതെ സുരേഷ് ഗോപി കണ്ടന്റായി. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നെപ്പോ കിഡ് എന്ന പ്രസ്താവന ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ തീർച്ചയായിട്ടും നെപ്പോ കിഡ് തന്നെയാണ്. ഞാൻ നെപ്പോ കിഡ് അല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലോട്ട് ഒരു ഈസി ആക്സസ് കിട്ടത്തില്ല. സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കയറി വന്നത്. അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിങ്ങിന്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിനൊരു കരിയർ ഫുൾ എൻ്റെ കുഞ്ഞുനാളോട്ട് പെർസ്യൂ ചെയ്ത് വന്ന ഒരാളല്ല. അപ്പം അങ്ങനെ നെപ്പോ കിഡ് എന്നൊരു ടാഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് 2 പ്രോജക്ട്സ് JSK കുമ്മാട്ടിക്കളി കിട്ടിയിരിക്കുന്നത്. സോ എനിക്ക് അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് അവിടെ ഓബ്വിയസ് ആണ്. സംസാരിക്കണമെങ്കിൽ അതിനെപ്പറ്റി അതുകൊണ്ടുണ്ടായ നെഗറ്റീവ്സിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റും. സംസാരിച്ചു. അല്ല, ഇത് ഈ പേര് ഈ ടാഗ്ലൈൻ മാറ്റണം എന്നുള്ളത് ഇനിയുള്ള ഫിലിമിന് അപ്കമിങ് ഫിലിംസിൽ ഇപ്പോൾ പ്രേക്ഷകർ ജഡ്ജ് ചെയ്യും എന്തായാലും. അപ്പം അത് മാറ്റണം എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് വേണ്ടേ, അതാണ് ചോദിച്ചത്. ഇപ്പൊ ഫസ്റ്റ് 2 ചോദ്യങ്ങൾ, ഇതിനു മുന്നേ വന്ന ചോദ്യം, അടുത്ത പൃഥ്വിരാജ്, അടുത്ത സുരേഷ് ഗോപി, അടുത്ത വിജയ്. നെപ്പോ കിഡ് എന്നുള്ള സുരേഷ് ഗോപി കമ്പാരിസൺ വിട്ടാൽ 2 ആൾക്കാരെയും കൂടെ എന്നെ വെച്ച് ഇനി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ വർക്ക് ഞാൻ ചെയ്യണം. എൻ്റെ ഇൻഡിപെൻഡൻസ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളത് എൻ്റെ വർക്കാണ്. അത് ഞാൻ ചെയ്താലും 10 വർഷം കഴിഞ്ഞ് ഇവൻ്റെ പൃഥ്വിരാജിൻ്റെ ഒരു സാമ്യമുണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിലൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്നും നെക്സ്റ്റ് പൃഥ്വിരാജ് എന്നോ അല്ലെങ്കിൽ കറണ്ട് പൃഥ്വിരാജ് എന്നോ കറണ്ട് സുരേഷ് ഗോപി എന്നോ വിളിച്ചേക്കാം. again പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. സൂപ്പർ സ്റ്റാർസ് ആണോ, ആക്ടേഴ്സ് ആണോ, സക്സസ്ഫുൾ ആക്ടേഴ്സ് ആണോ, സക്സസ്ഫുൾ മൂവീസ് ആണോ, ഇതെല്ലാം അവരുടെ പെർസ്പെക്റ്റീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ലേബിൾസും ടാഗ്സും ആണ്. ഞാൻ ആ സെൻസിലല്ലായിരുന്നു പറഞ്ഞത്. അത് ഇറ്റ്സ് മോർ ടു മൈ പേഴ്സണൽ ലൈഫ്. എൻ്റെ മാത്രമല്ല, എൻ്റെ സിബ്ലിങ്സിന് വേണ്ടി എനിക്കിവിടെ സംസാരിക്കാൻ പറ്റും. ഏതൊരു കുഞ്ഞിനോടും അവരുടെ പേരൻസിനെ പറ്റി വൾഗറായ രീതിയിൽ ഓൺലൈൻ കോണ്ടന്റ് കാണുമ്പോഴോ ആൾക്കാർ സംസാരിക്കുമ്പോഴോ അത് കേട്ടിരിക്കുന്ന സുഖമായിട്ട് തോന്നുന്നുണ്ട്. അതനുഭവിച്ചാണ് ഞാനും എൻ്റെ 3 സിബ്ലിങ്സും. ഇപ്പോൾ ചാലൂക്കിൻ്റെ കാര്യം പറയാനാണ് ചാലൂക്കയുടെ ചേച്ചിയും അപ്പുചാട്ടനും ഷാനൂക്ക, ഒരു നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്നവരാണ്. അതുകൊണ്ട് അവരുടെ കരിയറിൻ്റെ ആസ്പെക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ ആരും വിചാരിക്കരുത് അവരനുഭവിച്ചു വന്ന നെഗറ്റീവ്സിനെ ഔട്ട്വേ ചെയ്താണ് ഈ പോസിറ്റീവ് വരുന്നത്. പിന്നെ അതേപോലെ നെപ്പോ കിഡ് എന്നുള്ളൊരു ടാഗ് വെച്ച് ഒരു സിനിമ കിട്ടും, 2 സിനിമ കിട്ടും. എൻ്റെ കേസിലത്തെ പോലെ ഞാൻ ഇനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കാതെയോ ജനറലി ഒരു സിനിമ ക്രൗഡ് അക്സെപ്റ്റ് ചെയ്യാതെയോ എനിക്ക് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഒരു ആക്ടറിൻ്റെ കരിയർ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ സ്വീകരണം കൊണ്ട് മാത്രമാണ്. ഒരു നെപ്പോ കിഡ് ടൈറ്റിൽ കൊണ്ടും മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ആരും ഇതുവരെ ടൈറ്റിൽ കൊണ്ട് മാത്രം പിടിച്ചു നിന്നിട്ടില്ല.
So I guess that answers your question. So ഡയറക്ടേഴ്സ് ഇപ്പോൾ അല്ല എന്താ ഓക്കെ അല്ല എന്താ ഫിലിം എന്താണ് ഗോളിസോട് തമിഴിലൊരു മൂവി ഇருக்கு ഗോലിസോട് அந்த மூவிக்கு இது கம்பேர் பண்ணி கமெண்ட்ஸ் வந்திருக்கு அது பார்த்துருக்குன்னு நினைக்கிறேன். நான் சொல்கிறேன் அந்த படத்தில் வந்து எனக்கு இந்த ஸ்டைல் நம்ம வந்து ஃபஸ்ட்டு ஒரு பிரியமுடன் ஒரு படம் பண்ணிச்சு விஜய் வச்சு பண்ணும்போது அது முடிஞ்சோடனே எல்லாம் சொல்லியாச்சு இது பாசிக்காரு தர்றேன். ஸோ அந்த ஸ்டைலில் படம் தமிழ் அதை சொன்ன பிகினிங் வந்து எனக்கு வந்து கோலிஸோட கேமராமேன் நான் தான் இன்ட்ரடியூஸ் பண்ண என்னுடைய பிரியமுடன் கேமராமேன் தான். ஸோ நாங்கள் எல்லோரும் பேசின கதை தான் அதெல்லாம் வந்து அதனால் ஏதோ ஒரு ரிசம்பன்ஸ் நாங்கள் கேரக்டர்ஸில் வரோம் அவ்வளோதான். எப்படி இருக்கு மாதவ் சுரேஷ்? அதான் சொன்னேன்ல நான் ஆக்சுவலாக வந்து நான் ஃப்ரெஷ்ஷாக அவரை நான் பார்க்கவே முடியல அந்த படத்தை. நான் இங்கே சொல்லணுன்றதுக்காக சொன்னேன். கிளைமேக்ஸ் நான் வந்து ஆல்மோஸ்ட் அவர் என்ன பண்ணாங்கனாக்கா ஷார்ட் எடுக்கும்போது வந்து பார்த்தீங்கன்னா அவ்வளோ வந்து இம்பார்ட்டன்ஸ் எல்லாருக்கும் கொடுத்துட்ருப்பேன். அவர் ஷட்டிலாகவே நடிச்சிருந்தார். நான் சொன்னேன் என்ன இல்லை சார் மலையாளத்தில் கொஞ்சம் ஓவர் ஆக்டிங் செட் ஆகாதுன்னு அதனால் இது ஒரு ட்ரெண்டு அப்படின்னு சரி விட்டுட்டேன். ஆனால் என்ன மீறி ஒரு விஷயத்தை எங்கே பண்ணாங்கன்னா 2-3 இடத்துல பண்ணியிருக்காரு. ஒன்று இந்த ஆக்ஷன் சீக்வன்ஸில் பண்ணியிருக்காரு. எக்ஸ்ட்ராடரி அதாவது என்னென்னா ஒரு மலையாள இண்டஸ்ட்ரிக்கு ஒரு ஆக்ஷன் ஹீரோ உங்களுக்கு கிடச்சாச்சு. அது நான் கான்ஃபிடன்ஸ் இல்லை. அதேமாதிரி கிளைமேக்ஸ் வந்து டோட்டலாக அந்த ஷோல்டரில் தூக்கப்பட்ட அவர் அந்த டைலாக்ஸ் அது 100% இங்கே வந்து தேட்டரில் வந்து கொண்டாடுவாங்க அந்த கிளைமேக்ஸ். அது அப்படி ஒரு விஷயம் பண்ணியிருக்கு. ரொம்ப சந்தோஷமாக இருக்குது மாதவோட ஒர்க் பண்ணுறது. ஓகே ഞങ്ങളും വെയിറ്റ് பண்ணுறேன். നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതെൻ്റെ ഫേസ്റ്റ് മലയാളം മൂവിയാണ്. അതും ഇതുവരെ ചെയ്തിട്ടുള്ളത് തമിഴ് മൂവീസ് ആയിരുന്നു, തമിഴ് തെലുഗു. എനിക്ക് മലയാളം മൂവി ചെയ്യാൻ പറ്റിയതും ഒരു തമിഴ് ഡയറക്ടർ കൂടിയാണ്. സോ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ കേട്ട് ആദ്യം എൻ്റെ ആക്ഷൻ കട്ട് തുടങ്ങിയത് തമിഴിലായിരുന്നു. സോ ഇപ്പോഴും മലയാളത്തിൽ ചെയ്തപ്പോഴും ഒരു തമിഴ് ഡയറക്ടറെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതും വിജയുടെ പടങ്ങൾ ചെയ്തിട്ടുള്ള ഡയറക്ടർ. പിന്നെ എസ്പെഷ്യലി ഈ ഒരു ടീം ഞങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഈ മൂവിന് പുറമേ ഞങ്ങൾക്ക് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇവർ അജ്മൽ, മാധവ്, മിഥുൻ, ഞാൻ, പിന്നെ യാമി, ധനഞ്ജയ് എല്ലാവരും കൂടി വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഇല്ല, അനിയത്തിയായിട്ട് ഞങ്ങൾക്ക് ആക്ച്വലി നമുക്ക് കുറവായിരുന്നില്ലേ സീൻസ്. ഞങ്ങൾക്ക് കുറവായിരുന്നു സീൻസ്, വളരെ കുറവായിരുന്നു. സോ ഓൺ സ്ക്രീനിൽ ഞങ്ങൾക്ക് കുറവായിരുന്നു. ഓഫ് സ്ക്രീനിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും കുറവ്. ഓഫ് സ്ക്രീനിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. കേരൻ ചേട്ടായാണ്. ഇല്ല, മാധവ് പൊതുവേ ഇപ്പോൾ കണ്ടില്ലേ ഇതേപോലെ തന്നെ ക്യാരക്ടർ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. എല്ലാവരും അതെ കെയറിങ്ങുമാണ്. യാമിയുടെ കൂടെയായിരുന്നു മാധവ് പേരായിട്ട്. അപ്പൊ യാമി പറയാറുണ്ട് ഭയങ്കര കെയറിങ് ആണ്. ചേട്ടൻ എന്താ ശരിയോ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്? അത് കണ്ടല്ലേ ഞാൻ വളർന്നത്. ഐ തിങ്ക് ചെറുതായിട്ട് അതുപോലെ ആവാം. ദേവിക മാത്രമല്ല, യാമിയും മാത്രമല്ല, മിഥുനും പറയാൻ പറ്റും, അജ്മലിനും പറയാൻ പറ്റും, ധനഞ്ജയുടെ ഉണ്ടായിരുന്നെങ്കിൽ അവനും പറയാൻ പറ്റും, പരിധിവരെ സോറിനും പറയാൻ പറ്റും. സോ ഈ ചോദ്യം ഇവർക്കായിരിക്കും പോകാത്തത്. നേരെ ദേവികയിലോട്ടാണ് പോയത്. സംസാരിച്ചോ കഴിഞ്ഞ ശേഷം? നമ്മൾ ഈ ഓപ്പോസിറ്റ് ജെൻഡറിനെ മാത്രമാണോ കെയർ ചെയ്യേണ്ടത്? സ്വന്തം
സ്വന്തം ജെൻഡറിനും കെയർ കൊടുക്കാമല്ലോ. അത് ഓരോരുത്തരുടെയും ചിന്താഗതി പോലെയല്ലേ ചേട്ടാ. എനിക്ക് ഇപ്പൊ ഇവര് രണ്ടുപേരുടെ കാര്യം പറയാം. രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ കെയർ കൺസേണും ഒരേ ലെവലിലായിരിക്കും രണ്ടുപേരുടെ കാര്യത്തിൽ പോകുന്നത്. അങ്ങനെ ഇവിടത്തെ നല്ല ആൾക്കാർ പൊതുവെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ഇതിന് ജോണർ പറയുമ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റൊമാൻസ് ആയിട്ട് മാധവിനെ നമുക്ക് റൊമാൻറ്റിക് ആയിട്ട് കാണാൻ പറ്റുമോ? കുറച്ചും കൂടി നല്ല പാട്ടും സോങ്ങും കാര്യങ്ങളൊക്കെ ബെൻസൻസോടെ ശ്രമിച്ചിട്ടുണ്ട്. അത് സ്ക്രീനിൽ വന്നോന്ന് ഞാനും ഇതുവരെ അത് അനലൈസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞങ്ങൾ വീഡിയോ ഇറങ്ങിയതിൽ വീഡിയോ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ ചെറിയ കട്ട്സിലൊക്കെ കുറച്ച് തോന്നുന്നുണ്ട് റൊമാൻസ് പോലത്തെ എന്തൊക്കെ ഒരു ഐ തിങ്ക് ഒരു അതിൽ കാണിച്ചിരിക്കുന്ന കപ്പിളുടെ ഒരു മ്യൂസിക് സീക്വൻസ് അതിൽ റൊമാൻസ് വന്നില്ലെങ്കിൽ അതൊരു പരാജയമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വേറെ സോങ്ങിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഒരുപാട് ആ സിനിമയെ പറ്റി ഞാൻ വെളിപ്പെടുത്തുന്നില്ല. നാളെ ഇറങ്ങുമല്ലേ, ചേട്ടനും പ്രേക്ഷകരും അത് പോയി കാണുക എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. സോ അതൊരു ജെന്യുവൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. അച്ഛൻ ആക്ച്വലി തിരക്കിലാണ്. നാളെ എന്തായാലും ഞാൻ പോകുന്ന ഷോന് അച്ഛനെ കാണാൻ പറ്റില്ല. അച്ഛൻ അങ്ങനെ തിയേറ്ററിൽ പോകുന്ന ഒരാളും അല്ല. എൻ്റെ ചേട്ടൻ്റെ ഫസ്റ്റ് ഫിലിം മുത്തുക അച്ഛൻ ഐ തിങ്ക് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പാപ്പൻ ഓൾസോ തിയേറ്ററിൽ പോയി കണ്ട സിനിമ, അമ്മയും അച്ഛനും കൂടെ പോയി കണ്ട. അച്ഛന് സമയം കിട്ടുവാണെങ്കിൽ ഒരു ആക്ടർ, പ്രോമിനൻ്റായി വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ മാത്രമല്ല, ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയും കൂടെയാണ്. അതിൻ്റെതായ ബിസി ഷെഡ്യൂൾ ഉണ്ടാണ്. പ്രതീക്ഷയുണ്ട്, സ്വന്തം അച്ഛനല്ലേ, സോ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാണാൻ പറ്റുമെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടൻ അച്ഛനായിട്ട് എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യുക. മകന് ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആളിപ്പോൾ ചെയ്തൊരു പ്രോജക്റ്റിനിടയ്ക്ക് നിൽക്കുകയാണ്. ഷൂട്ടിംഗ് ഷെഡ്യൂൾ അങ്ങനെ ഒരു സിനിമ കാണാൻ വേണ്ടി മാറ്റി വയ്ക്കാൻ പാടില്ല. സോ അമ്മ തിരുവനന്തപുരത്താണ്. അമ്മയും അമ്മുമ്മയും എൻ്റെ തൊട്ടുമുകളത്തെ ചേച്ചിയും, ഇവർ മൂന്നുപേരും തിരുവനന്തപുരത്ത് പോയി കാണും. കൊച്ചിയിൽ ഐ തിങ്ക് എക്സ്റ്റൻഡ് ഫാമിലി ഉണ്ട്. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ ചേട്ടൻ്റെ വർക്ക് ഒന്ന് ടൈഡപ്പ് ആകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ തിയേറ്ററിൽ പോയി കാണുക. ഒരുപാട് ന്യൂ കമേഴ്സ് ചെയ്തൊരു പ്രോജക്റ്റാണ്. ഓണസ്റ്റ് അഭിപ്രായം നല്ല ഭാഷയിൽ അറിയിക്കുക, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം വളർന്നു വരുന്നവരാണ്. ആ ഫീഡ്ബാക്ക് എടുക്കും. നമ്മുടെ കരിയറിലോട്ടും നമ്മുടെ പേഴ്സണൽ സ്കിൽ സെറ്റിലോട്ടും ഓരോരുത്തരുടെ അഭിപ്രായത്തിലെ നല്ല ഭാഗങ്ങൾ നമ്മൾ തീർച്ചയായും സ്വീകരിക്കാൻ തയ്യാറുമാണ്. സോ തിയേറ്ററിൽ പോയി കണ്ട് അഭിപ്രായം അറിയിക്കുക. അത് എന്തായാലും പൃഥ്വിരാജിനെ വെച്ച് കമ്പയർ ചെയ്യുന്നല്ലോ. പൃഥ്വിരാജ് 10 വർഷം മുന്നത്തെ കാര്യങ്ങൾ പൃഥ്വി പറയാം. പൃഥ്വിരാജ് ഒരു 10 വർഷം മുന്നത്തെ ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് പറയാറ്. അതും അങ്ങനെ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? എനിക്ക് 10 വർഷം തരൂ. 10 വർഷം തന്നാൽ ഈ സിനിമയെ സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് കയറി വന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിറ്റ് പടം ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഓരോ ഡയറക്ടറും അല്ലെങ്കിൽ ഓരോ ക്രൂ മെമ്പറും ഒരു സിനിമയിലോട്ട് കമ്മിറ്റ് ചെയ്യത്തുള്ളൂ. സോ അതേപോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നില്ല, ഒരു പ്രോമിനൻറ്റ് ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ കയറിയിരിക്കുന്നത്. അതിനുള്ള എഫേർട്ട് എന്ന് പറയാം, കഠിനാധ്വാനം എന്ന് പറയാം. അത് ഏറ്റെടുക്കാൻ പ്രേക്ഷകരുടെ സ്വീകരണം പോലെ ഇരിക്കും, ചേട്ടൻ്റെയും സ്വീകരണം പോലെ ഇരിക്കും. പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും എന്നിൽ ആ കോൺഫിഡൻസ് വരുന്ന സമയത്ത് അന്നൊരു ഓഫർ വന്നാൽ ആ സ്ക്രിപ്റ്റായിട്ട് ഞാൻ അലൈൻ ചെയ്താൽ തീർച്ചയായിട്ടും മലയാളി ക്രൗഡിനെ കേറ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ്, അതിനേക്കാളും ഒരു വലിയ ക്രൗഡിനാണ് പാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ കേറ്റർ ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി കൂടും, ഫൈനാൻസസ് കൂടും, സ്ക്രിപ്റ്റിൻ്റെ ക്യാൻവസ്, പ്രോജക്റ്റിൻ്റെ ക്യാൻവസ് കുറച്ചുകൂടി വരുന്നത്. അത് ഹാൻഡിൽ ചെയ്യാനുള്ള അത്രയും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള സ്കിൽ സെറ്റ് ഉണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം എന്നെ അതിലോട്ട് കാസ്റ്റ് ചെയ്തേക്കാം. ഇങ്ങനെ ആ സ്ക്രിപ്റ്റ് എനിക്ക് വർക്ക് ആവുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യും. ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന, പാസ്റ്റിനെ പറ്റി ഒരുപാട് ആലോചിക്കുന്ന ഒരാളുമല്ല ഞാൻ. സോ ലിവിങ് എവറി ഡേ ആസ് ഇറ്റ് ഈസ്,
we'll see. சார் இல்லை தமிழில் பண்ணல இது ஃபஸ்ட்டு வந்து இப்போ 2 லாங்குவேஜ் பிளான் பண்ணியிருந்தேன் ஆக்சுவலாக அந்த மலையாளம் அண்ட் தெலுங்கு. இப்போ சார் சொன்னாங்க ஃபஸ்ட்டு மலையாளம் பண்ணியிருந்தாங்க. ஆஃப்டர் தட் கும்மாட்டிக்கலி வந்து கீழே தமிழ் கும்மாட்டிக்கலி இது டைட்டில் இது ஆக்சுவலாக தமிழில் பண்ணும்போது பார்த்தீங்கன்னா கும்மாட்டிக்கலி இது கொஞ்சம் இது பண்ணுறதுக்காக தான் பிளான் பண்ணது. ஃபஸ்ட்டு சௌத்ரி சார் சொன்னாங்க ஃபஸ்ட்டு நம்ம வந்து மலையாளத்தில் பண்ணலாம் பண்ணது. ஆக்சுவலாக மலையாளம் தெலுங்கு முடிச்சுட்டு அதுக்கப்புறம் தமிழ் பண்ணலாம் பிளான் பண்ணது. அதுக்காக தான் பண்ணது. ஸோ ஃபஸ்ட்டு மலையாளத்தில் பண்ணிட்டு சார் பண்ணிட்டு இது ஆல்மோஸ்ட் நான் வந்து ஒரு 100 தேட்டர்ஸ் 120 பிளான் பண்ணது. இப்போ 100 தேட்டர்ஸ் கொஞ்சம் ஆல்மோஸ்ட் ஃபைனல்ஸ் ஆயிருக்கு. அஜ்மல் தான் எல்லாம் பண்ணிட்டு இருக்காரு. சார் தேங்க்யூ சார் தேங்க்யூ சார். നാളെ അറിയിക്കും. തമാശ പറഞ്ഞല്ലേ, കാര്യമായിട്ട് നാളെ അറിയിക്കും. നാളെ കാണുമോ? ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരെയും തീർച്ചയായിട്ടും ഞാൻ ഇതിന് സിനിമ പോയി കാണണമെന്ന് പ്രേക്ഷകരോട് പറയുമ്പോഴും ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരോടും ഞാൻ അത് തന്നെ പറയുന്നു. ഈ സിനിമയെ വിലയിരുത്താനായിട്ട് ഈ സിനിമ ഡയറക്റ്റ് പോയി കാണുക. ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് അടുത്ത സിനിമ ഏതാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഒന്നാം ഭാഗം ഒന്ന് ഇറങ്ങി പ്രേക്ഷകർ സ്വീകരിക്കുമോ നോക്കട്ടെ. സ്വീകരിച്ചാൽ പ്രേക്ഷകരുടെ അഭിപ്രായം പോലെ സാർ ചിലപ്പോൾ സാറിന്റെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് രണ്ടാം ഭാഗം ക്രിയേറ്റ് ചെയ്യും. അല്ലേ സാർ? കുമ്മാട്ടിക്കളി എന്ന ആർട്ട് ഫോമിനെ ബേസ് ചെയ്തൊരു സിനിമയല്ല ഇത്. പക്ഷെ ഈ 4 പയ്യന്മാരുടെ പേര് ഞാൻ പറഞ്ഞത്. 4 പയ്യന്മാര് അനാഥകളാണ്. അവരുടെ ജീവിതമാർഗത്തിൽ കുമ്മാട്ടിക്കളിയുണ്ട്. അവർക്കൊരു അമ്മയെ ലഭിക്കുന്നു. 4 പേരും ചേർന്ന് വന്നു. 4 എന്ന് പറയുന്നില്ല, 5 പേര്. ദേവികയുടെ ക്യാരക്ടർ മറിയും. 5 പേരും ചേർന്ന് വന്ന് ഒരു കുമ്മാട്ടി ദിവസമാണ് അവർക്കൊരു അമ്മയെ കിട്ടുന്നത്. സോ അങ്ങനെ കുമ്മാട്ടിക്കളി എന്നൊരു ആർട്ട് ഫോമിൽ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. പക്ഷെ ആർട്ട് ഫോമിനെ ബേസ് ചെയ്തുള്ള സിനിമയല്ല.